ദേവികയില്ലേ? എനിക്ക് അവളെ ഒന്ന് കാണണം. കാണണ്ട. എനിക്ക് അവളോട് സംസാരിക്കാനുണ്ട്. സംസാരിക്കണ്ട. അതെന്താ മനോഹര നീ അങ്ങനെ പറയുന്നേ? വീട്ടിൽ കയറി വരുന്നവരോട് കുറച്ച് മര്യാദയായിട്ട് പെരുമാറണ്ടേ? മര്യാദ അമ്മ എന്നെ പഠിപ്പിക്കണ്ട. ഇവളിപ്പോ വന്നിരിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ദേവിക മോളെ ഭീഷണിപ്പെടുത്താൻ. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോളെ ഭീഷണിപ്പെടുത്താൻ ഞാൻ ആരെ അനുവദിക്കത്തില്ല. ഇവക്ക് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഉണ്ടെങ്കിൽ അത് സ്വന്തം വീട്ടിൽ മതി കേട്ടോ, ഇവിടെ വേണ്ട. എത്ര കാലം നിങ്ങൾ ദേവികയെ ഈ വീട്ടിൽ കയറ്റി ഒളിപ്പിച്ചു വെക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. പുറത്തേക്കൊക്കെ ഇറങ്ങുമല്ലോ അവള്, അപ്പ കണ്ടോളും ചന്ദ്ര. പേടിച്ചിട്ടല്ല അവളെ കാണണ്ടെന്ന് പറഞ്ഞത്. ദേവിക മോളെ കാണാനുള്ള യോഗ്യത ഇവക്കില്ലാത്തതുകൊണ്ടാണ്. സ്വന്തം ഭർത്താവിന്റെ സഹോദരിയെ ജയിലിലാക്കാൻ കൂട്ടുനിന്നോളാം അവള്. അങ്ങനെയുള്ള ഇവള് ഒരു ന്യായവാദവും പറയണ്ട. അപ്പൊ നിങ്ങളുടെ മരുമോള് ചെയ്തതോ? അവൾ എന്നാ ചെയ്തേ? എന്റെ ഭർത്താവിനെ പിടിച്ചു വെച്ചിരിക്കുക അവള്. അവൾ ഉള്ളത് കൊണ്ട് മാത്രം സിതുൽ എന്നോട് സ്നേഹമില്ലാത്തത്. കെട്ട് കഴിഞ്ഞ ഉടനെ താലിമാല പൊട്ടിച്ച് കളഞ്ഞവളല്ലേ നീ? സത്യത്തിൽ ദേവിക നിനക്ക് തന്ന ഭിക്ഷയാ സിദ്ധു. ആ ഭിക്ഷ എനിക്ക് മാത്രമായിട്ട് വേണമെന്ന് പറയാനാ, പറഞ്ഞുറപ്പിക്കാനാ ഞാൻ വന്നത്. കാണാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ വേണ്ട. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടാലും മതി. ഇനി സിദ്ധുവിനെ നിങ്ങളുടെ മരുമകൾ കാണാനോ സംസാരിക്കാനോ പാടില്ല. അങ്ങനെ വല്ലതും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞ ഈ വീടിന്റെ മുറ്റത്തെ ഗേറ്റിലൊരു പന്തൽ വരും. അതിൽ ഞാൻ സത്യാഗ്രഹവും ഇരിക്കും. അറിയാലോ എന്തും ചെയ്യാൻ മടിക്കാത്തപ്പോഴാ ഞാനെന്ന്. നാറ്റിക്കൊന്ന് പറഞ്ഞ നാറ്റിക്കും. വാക്കിന് വ്യവസ്ഥയില്ലാതെ ചിലര് പറഞ്ഞിട്ട് പോകുന്ന വെറും വാക്കല്ല ഞാൻ പറഞ്ഞത്. നീ ചന്ദ്രലേഖ പറയുമ്പോ അതിന് നടന്നിരിക്കുന്നൊരർത്ഥം കൂടിയുണ്ട്.